ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡെൻഡ്രോബിയം ഓർക്കിഡ്സ് ഒക്കെ കൊണ്ടുവച്ചിട്ട് മെച്യൂർഡായി കഴിയുമ്പോൾ 1-2 ഫ്ലവേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ തൈകൾക്ക് നമ്മൾ പേര് പറയുന്നത് കിക്കീസ് എന്നാണ് കേട്ടോ. കുഞ്ഞു തൈകൾ, അതായത് ഇതുപോലുള്ള തൈകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ ഉണ്ടായാൽ മാത്രം പോരാ, നമ്മളത് നല്ലൊരു പ്ലാന്റ് ആക്കി എടുക്കുകയും കൂടി വേണം. നമുക്കറിയാം അത്യാവശ്യം നല്ല വില വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഓർക്കിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു തൈ കിട്ടുക എന്നുള്ളത് ഒരു ബോണസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കത് തൈകൾ ഉണ്ടായത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ വലിയൊരു മെച്ചോ പ്ലാന്റ് ആക്കി നമുക്ക് എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. അങ്ങനെ മെച്ചോ പ്ലാന്റ് ആക്കി എടുത്തൊരു പ്ലാന്റ് ആണ്. ഇതിപ്പോൾ റീപോർട്ട് ചെയ്യേണ്ട സമയമായി. അപ്പോൾ നിങ്ങൾക്ക് ചിലർ പറയാറുണ്ട് ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടായിട്ട് റീപോർട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാറില്ല, വലിയൊരു പ്ലാന്റ് ആവുന്നില്ല, ഇങ്ങനെ ശുഷ്കിച്ച് കണക്കൊക്കെ ഇരിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാര്യം കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഇങ്ങനെ ഇളക്കി എടുത്തും വെക്കാം, അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ കിക്കി കുഞ്ഞ് പ്ലാന്റ് ആ മദർ പ്ലാന്റിൽ ഇരുന്ന് തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 5-6 റൂട്ട്സ് എങ്കിലും നല്ല രീതിയിൽ വളർന്നു വന്നെങ്കിൽ മാത്രം നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ മദർ പ്ലാന്റ് ഇത് കണ്ടോ, ഇത് നോക്കിക്കേ, കുഞ്ഞൊരു പ്ലാന്റാണ്. അപ്പം അതിൽ നിന്ന് കുഞ്ഞ് 2-3 വേരുകൾ ഇങ്ങനെ കുഞ്ഞായിട്ട് വരുന്നതേ ഉള്ളൂ. അത് ഞാനിപ്പോൾ അടർത്തില്ല. ഈ ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞിട്ട് മാത്രം ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇത്രയൊക്കെ ഗ്രോ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഇളക്കി എടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു 2-3 നോഡ് വെച്ചിട്ട് ഞാനതങ്ങ് കട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ വരുന്ന ഇതാണ് നോഡ്. ആ നോഡിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക, ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇങ്ങനെ പിച്ചാത്തിയിട്ടൊന്നും ഒരുപാട് മുറിവ് വരുത്താതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ നല്ല രീതിയിലൊരു മദർ പ്ലാന്റ് ആക്കി എടുക്കാൻ പോകുന്നത്, വലിയൊരു മെച്ചർ പ്ലാന്റ് ആക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ പൊതുവായിട്ട് യൂസ് ചെയ്യാറുള്ളത് ഈ സാഫാണ്. സാഫ് എൻഡോഫിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സാഫാണ് കേട്ടോ. ഒരു നീല കളറിലെ പൗഡറാണ്. ചെറിയ പാക്കറ്റിലും ടിന്നിലും ഒക്കെ മേടിക്കാൻ കിട്ടും. അത് നമ്മൾ എപ്പോഴും ഓർക്കിഡ് പ്ലാന്റ് വെക്കുന്നവർ ഇതൊന്ന് കരുതി വെക്കുക കേട്ടോ, ഫംഗൽ പൗഡർ ഒന്ന് കരുതി വെക്കുക. എന്നിട്ട് നമുക്ക് അത് ഡയറക്റ്റ് കൈയായിട്ട് ടച്ച് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഈ മുറിവുള്ള ഭാഗത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വെള്ളത്തിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നേരിട്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത മദർ പ്ലാന്റിനും അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ഇതിൽ കൂടെ വെള്ളം കയറിയിട്ടുള്ള ഇൻഫെക്ഷനൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പ്ലാന്റ് പിന്നെ പോട്ട് ചെയ്യുന്നത് ചെറിയ നഴ്സറി പോട്ടിലാണ് കേട്ടോ. കണ്ടോ, ഇതുപോലുള്ള ചെറിയ നഴ്സറി പോട്ടിലാണ്, ഹോളുള്ള ഓർക്കിഡ് പോട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കിഡ് പ്ലാന്റുകൾ പോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ചട്ടി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് തീരെ കുഞ്ഞു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പോട്ടിൻ്റെ ആവശ്യമുള്ളൂ. ഇത് അതിൽ ഇരുന്ന് ഗ്രോ ആയതിനു ശേഷം പിന്നെ നമുക്ക് വലിയ പോട്ടിലേക്ക് ആക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം പോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 2 ഓടിൻ്റെ കുഞ്ഞു പീസുകളാണ് കേട്ടോ. അധികം വലിപ്പമുള്ളതല്ല, അത്യാവശ്യം ചെറിയ സൈസിൽ 2-3 ഓടിൻ്റെ കഷ്ണവും അതുപോലെ തന്നെ 1-2 കരിയുടെ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, 1-2 കുഞ്ഞ് കരി കഷ്ണം. അപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും. അല്ല വീട്ടിലാണെങ്കിൽ നല്ലപോലെ വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വേണ്ടോ, എത്ര ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിനകത്തേക്ക് ഇടേണ്ടത് കുറച്ച് തൊണ്ടിൻ്റെ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിത് ഇപ്പം മേടിച്ച് വെച്ചിരിക്കുന്ന തൊണ്ടിൻ്റെ ചിപ്സാണ് കേട്ടോ. ദേ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ അതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. കണ്ടോ, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെയ്യുന്ന ഈ പ്ലാന്റ് നമ്മൾ ഫംഗിസൈഡൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം, ഇതിപ്പോൾ ഞാൻ ഒരുപാട് അങ്ങ് കോരി ഇട്ടിട്ടില്ല, അപ്പം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിനകത്തേക്ക് ഇങ്ങനെ കണ്ടോ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഈ നോഡിൽ നിന്നുമൊക്കെ പുതിയ ഒരു ഇതുപോലെ തൈകൾ വന്നിട്ട് അങ്ങ് ബുഷിയാവും പ്ലാന്റ്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ് എപ്പോഴും പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ചുവട് നല്ല ടൈറ്റായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ, ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വെള്ളവും വളവും ഒക്കെ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ ഷേക്കായിക്കൊണ്ടിരുന്നിട്ട് ആ ഒരു ഗ്രോത്ത് ഫീൽ ചെയ്യത്തേ ഇല്ല പ്ലാന്റിന്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ചകിരി വെച്ചിട്ട് ഇതുപോലെ കണ്ടോ
ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ കറക്റ്റ് സെറ്റായിരിപ്പുണ്ട്, സെറ്റായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കണം. ഈ വേരൊക്കെ മുകളിൽ ഇരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരുപാട് അടിയിലേക്ക് പ്ലാന്റ് പോകണ്ട, ഒരുപാട് മുകളിലേക്കും ഇരിക്കേണ്ട, ആ രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ പോട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പോട്ട് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന പ്ലാന്റാണ് ഞാൻ നേരത്തെ കാണിച്ചത് കണ്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് സ്ലോ ആയിട്ട് നമ്മൾ നൈട്രജൻ വളങ്ങൾ ഈ കിക്കീസിന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ NPK നൈട്രജൻ കൂടുതൽ അടങ്ങിയുള്ള വളങ്ങളാണ്. അപ്പോൾ ആ വളങ്ങളൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലായതാണ് പ്ലാന്റ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ചകിരി നമ്മൾ വെച്ചിരുന്ന ചകിരിയുണ്ട്, അത് ഞാനൊന്ന് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോഴേ എൻ്റെ വേര് പൊട്ടാതിരിക്കാൻ നോക്കണം. കുഞ്ഞു പ്ലാന്റ് നമ്മൾ വെച്ച് പിടിപ്പിച്ചതല്ലേ. അപ്പം ചകിരി ഞാനൊന്ന് മാറ്റി കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, പൂർണ്ണമായിട്ട് ഞാൻ മാറ്റുന്നില്ല, കുറച്ച് നിങ്ങളൊന്ന് മാറ്റി കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സ്റ്റമ്പ് കട്ട് ചെയ്തെടുത്ത് വെച്ചൊരു തൈയാണ്. അതിൻ്റെ ഇതായിരുന്നു ഞാൻ വെച്ചിരുന്നൊരു തൈ. അതിൽ നിന്ന് അത് ഡ്രൈ ആയിട്ടുണ്ട് ആ പ്ലാന്റ് കണ്ടോ. ഇതുപോലെ സ്റ്റം മാത്രമായിട്ടുണ്ട്, അതിന് ലീഫെല്ലാം പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് 3 പുതിയ തൈകളാണ് വന്നിരിക്കുന്നത് കണ്ടോ ചുവട്ടിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ പ്ലാന്റ് അങ്ങ് ബുഷിയായി വന്നോളും. ചെറിയ കിക്കീസ് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ മതി. ഈ ഒരു പരുവത്തിലായി. അപ്പോൾ ഈ പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിത് വലിയ പോട്ടിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള കോണിലേക്കോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് ഈ കോണിൽ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ കോണിൽ സെറ്റ് ചെയ്യുന്നത് കാണിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ പലരും വിഷമത്തോടു കൂടി പറയാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ആ ഓർക്കിഡ് ഇങ്ങനെ എടുത്തൊക്കെ കാണിച്ചപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ ഓർക്കിഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും ഗ്രോ ആവുന്നില്ല, ഇങ്ങനെ എടുക്കുമ്പോൾ പ്ലാന്റ് മാത്രമായിട്ട് വരുമോ, അതിൻ്റെ പുതിയ റൂട്ട്സ് ഒന്നും വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടി പറഞ്ഞു. അത് കണ്ടുകൊണ്ട് അത് കേട്ടതുകൊണ്ട് ഞാനൊന്നും കൂടി പറയുകയാണ്. നമ്മൾ വെക്കുന്ന പ്ലാന്റ് എപ്പോഴും ഞാൻ ഈ കിക്കിക്ക് പറഞ്ഞതാണെങ്കിലും ഇതിന് പറഞ്ഞാണെങ്കിലും എല്ലാം അതിൻ്റെ ചുവട് നല്ല ടൈറ്റ് ചെയ്ത് ഉറച്ച് നിർക്കണം. അപ്പോൾ ഞാനിപ്പോൾ പോട്ട് ചെയ്യുന്ന ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ഇതേ കണ്ടോ ഓടിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഇടുന്നുണ്ട്. ഇപ്പോൾ ഓടിൻ്റെ പീസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മുടെ മൺചട്ടിയൊക്കെ പൊട്ടുന്നതിൻ്റെ ആ പീസ് ഉണ്ടല്ലോ, അതും നമുക്ക് ഇതിനകത്ത് ഇടാം. ചുടുകട്ടയുടെ പൊടി ഇടാതിരിക്കുന്നതെന്നല്ല, അതങ്ങ് പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ അതേ ഇതുപോലെയുള്ള കുറച്ച് വലിയ കരിയുടെ പീസ് ഇടുന്നുണ്ട് കണ്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി തൊണ്ടിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കൈപ്പിടി അളവിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ, വലിയൊരു ഇതല്ലേ കണ്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക കണ്ടോ. ഒരുപാട് അടിയിലേക്കും അല്ല തീരെ മുകളിലേക്കും അല്ലാത്ത രീതിയിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ ചകിരി എടുത്തിട്ട് കുറച്ചൊന്ന് ചുറ്റാം. ആ പ്ലാന്റിനെ ചുറ്റുമാണ് വേണ്ടത്, അല്ലാതെ നമ്മുടെ ഈ പോട്ടിനെ അല്ല ചുറ്റുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ പ്ലാന്റിനെ ചുറ്റിയിട്ട് കുറച്ച് ചകിരി സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡുകളിൽ നമുക്ക് ഇതിപ്പോൾ കോണായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഓടിൻ്റെ പീസും കരിക്കഷ്ണവും ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് സൈഡിലോട്ട് നമുക്കിതുപോലെ ഓടിൻ്റെ പീസ്, ഈ ചകിരി അങ്ങ് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ പൊന്തി വരരുത്, ആ രീതിയിൽ നമുക്ക് ബാക്കി കൂടെ പോട്ടിങ് മിക്സ് ഇട്ട് ഫില്ല് ചെയ്യാം. അല്ലാതെ ഞാൻ അതിനകത്തേക്ക് ഒരുപാട് തൊണ്ടിൻ്റെ പീസ് വേറെ ഇടുന്നില്ല. തൊണ്ടിൻ്റെ പീസ് അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമം അതിൽ നിന്ന് ചകിരിയും ചോറും എല്ലാം മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതേ കുറച്ച് കരിക്കഷ്ണം കൂടി. കരിക്കഷ്ണം നല്ലതാണ് കേട്ടോ ഓർക്കിഡ്സിന്. കരിക്കഷ്ണം ഒരുപാട് വലിയ പീസല്ല, ഈ ഒരു വലിപ്പത്തിലേക്ക് പീസുകൾ ഇട്ട് കൊടുക്കാം. ഇതേ കണ്ടോ, ഇതിപ്പോൾ പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഓർക്കിഡ് പോട്ട് ചെയ്യണം. ആ ചുവട് എപ്പോഴും നല്ല ടൈറ്റായിട്ടിരിക്കണം, ഒരുപാട് അടിയിലേക്ക് പോകരുത്. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് ഭാഗത്തുനിന്ന് മുളകൾ പൊട്ടാൻ കുറച്ചുകൂടെ താമസമായിരിക്കും. അപ്പോൾ ഇത്രയും ഒരു അളവിൽ മതി നമ്മൾ പോട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിലൊക്കെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്ലാന്റ്സ് ഗ്രോ ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിരുന്ന പ്ലാന്റുകളാണ്. ഇതേ കണ്ടോ, ഇതുപോലെ നിൽക്കുന്ന സ്റ്റമ്പുകളിൽ നിന്നാണ് കിക്കീസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ സ്റ്റമ്പൊന്നും നശിപ്പിച്ച് കളയില്ല. അതിൽ നിന്ന് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കിക്കീസ് ഉണ്ടാവും. അത് നമ്മൾ ചെയ്യേണ്ടത് ഈ മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ പോട്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മൾ ഒരാഴ്ച
അപ്പോൾ നമ്മളിങ്ങനെ പോട്ട് ചെയ്യുന്ന പ്ലാന്റിൽ പിന്നെ വെള്ളം ഒഴിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒഴിക്കില്ല കേട്ടോ. ഇന്ന് വെക്കുകയാണെങ്കിൽ നാളെ വെള്ളം ഒഴിച്ചാൽ മതി. അതിൻ്റെ ആ മുറിവൊന്ന് ഉണങ്ങണം, അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്ത ഉടൻ തന്നെ പോട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാതെ അത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂട് സമയമാണെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1 നേരം നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് വെയിലത്ത് കൊണ്ട് വെക്കരുത് കേട്ടോ. ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മൾ കിക്കീസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇങ്ങനെ വെയിലത്ത് കൊണ്ട് വെക്കരുത്. പെട്ടെന്ന് തന്നെ വേരിനൊക്കെ ഇത് വന്നിട്ട് പ്ലാന്റ് നശിച്ചു പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരു കൂളായിട്ടുള്ള പ്ലേസിൽ നമ്മളിത് വെക്കുക. നമുക്ക് കാണാൻ പറ്റും, എൻ്റെ ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റും. ഈ ചകിരിയുടെ ഇടയിൽ കൂടെ എല്ലാം നമ്മുടെ വേര് പുറത്തോട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ തോന്നിയിട്ട് കുറച്ചൊന്ന് ഗ്രോ ആവുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്പം വെയിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ നമുക്ക് പ്ലാന്റ്സ് വെക്കാം. പിന്നെ ഇതിൻ്റെ ഫെർട്ടിലൈസിങ് രീതി എന്ന് പറയുന്നത് നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയ വളങ്ങൾ, ജൈവവളങ്ങളാണെങ്കിലും രാസവളങ്ങളാണെങ്കിലും നൈട്രജൻ കൂടുതൽ അടങ്ങിയ വളങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രം കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പോട്ട് ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷം മുതൽ നമുക്ക് ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് കൊടുക്കാം വളങ്ങൾ. അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.